വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഇന്ന് ആംബുലൻസ് ഡ്രൈവർമാരുടെ വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം ദേശീയപാതയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് വന്ന ആംബുലൻസുകൾക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള പ്രതിഷേധം നടന്നത്. ആംബുലൻസുകൾക്ക് പോകാനുള്ള ഒരു ട്രാക്ക് ഇവിടെ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നേരത്തെ പ്രതിഷേധങ്ങൾക്ക് ഇവിടെ ആളുകൾക്ക് നടന്നു പോകാൻ വഴിയില്ല എന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആളുകൾക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് നടന്നു പോകാനും ഓട്ടോറിക്ഷ ബൈക്ക് ഉൾപ്പെടെയുള്ളവ പോകാനുമായി ഉണ്ടാക്കിയ ഒരു ഇന്റർലോക്ക് പതിച്ച ഒരു ഇടുങ്ങിയ വഴി, ഈ വഴിയാണ് ആംബുലൻസുകൾക്ക് തുറന്നു കൊടുത്തത്. വലിയ ആംബുലൻസുകളൊക്കെ നമുക്കറിയാം, വലിയ ആംബുലൻസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഒരു പക്ഷേ ഇതിൽ പോകാൻ കഴിയണമെന്നില്ല. അമിത വേഗതയിലായിരിക്കും ഒരു പക്ഷേ ഈ രോഗികളുമായി ആംബുലൻസുകൾ വരുന്നത്. അത് എങ്ങനെയാണ് ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോവുക? മാത്രമല്ല ഇവിടെ ഈ ഇന്റർലോക്കിൽ കുണ്ടും കുഴിയിലൊക്കെ ഇളകി എങ്ങനെ കയറി പോകുമെന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ആംബുലൻസ് ഡ്രൈവർമാർ ചോദിക്കുന്നത്. ഇത് ഇടത്തെ സൈഡിൽ മാത്രമാണ് ഇങ്ങനെ ഉള്ളത്, വലത്തെ സൈഡിൽ ഇങ്ങനെ ഒരു ട്രാക്കും ഇല്ല. ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായൊരു ട്രാക്കില്ലാത്തതിനെ തുടർന്ന് ആംബുലൻസുകൾ കുടുങ്ങുന്നത് പതിവായതോടെയാണ് ഇത്തരത്തിൽ ആളുകൾ, അതായത് ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇപ്പം ഈ വഴി എന്ന് പറയുന്നത് ശരിക്ക് ടൂ വീലറുകൾക്കും അതോടൊപ്പം തന്നെ ആളുകൾക്ക് നടന്നു പോകാനും ഓട്ടോ ഒക്കെ പോകാനുള്ള ഒരു വഴിയാണ്. ഈ വഴിയാണ് ആംബുലൻസുകൾ തുറന്നു കൊടുത്തത്. മാത്രമല്ല ഇത് കയറ്റിറക്കവും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. മാരകമായ പരിക്കേറ്റ ആളുകളുമായി ഈ വഴി വരുമ്പോൾ അത് അവർക്ക് കൂടുതലാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ട്രാക്ക് ഈ ആംബുലൻസുകൾക്ക് പോകാൻ വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രതിഷേധിച്ചത്. അതിന്റെ ഭാഗമായി ഈ ടോൾ പ്ലാസ ജീവനക്കാരുമായി അവർ ചർച്ച നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ ചർച്ച പ്രകാരം ആംബുലൻസ് വരുന്ന ഏത് ട്രാക്കാണോ ആ ട്രാക്കിൽ മുന്നിലുള്ള വാഹനങ്ങളെ ടോൾ വാങ്ങാതെ കടത്തിവിട്ട് ആംബുലൻസ് കടത്തിവിടാനുള്ള ഒരു സൗകര്യം ഒരുക്കി നൽകാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ടോൾ പ്ലാസ അധികൃതർ ആംബുലൻസ് ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർത്തും ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. ഇവിടെ ആംബുലൻസുകൾ കടന്നു പോകാനുള്ള ഒരു വഴി വേണം എന്നുള്ളത്. അതിവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതില്ലാത്തതിനെ തുടർന്ന് താൽക്കാലികമായിരുന്നു ഇടുങ്ങിയ വഴി. നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഓട്ടോയൊക്കെ പോകുന്ന, ബൈക്ക് പോകുന്ന ഈ വഴികൾ തന്നെ ആംബുലൻസിന് തുറന്നു കൊടുത്താൽ എങ്ങനെ ആംബുലൻസുകൾ പോകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ഇപ്പോൾ അവരുടെ പ്രതിഷേധത്തിന് ഈ ഫുട്പാത്തിലൂടെയാണ് ആംബുലൻസുകൾ കടത്തിവിട്ടിരുന്നത്. ആളുകൾക്ക് പോകാനും ബൈക്കിനും ഒക്കെ ഇതായിരുന്നു വഴി എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ശക്തമായ പ്രതിഷേധത്തിന്റെ ഒടുവിൽ ഇപ്പോൾ ടോൾ പ്ലാസ ജീവനക്കാർ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അത് ആംബുലൻസുകൾ ഏത് ട്രാക്കിലേക്കാണോ വരുന്നത് ആ ട്രാക്കിലെ വാഹനങ്ങളെ കടത്തിവിട്ട് ആംബുലൻസുകൾ കടത്തിവിടാനുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ഇനി ആംബുലൻസുകൾ ഇവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സമരം ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.